സയൻസ് സെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചാണ്. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും ഓർഗാനിക് ഫാമിംഗ്. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ലോക ജനസംഖ്യയുടെ ഒരു ഗ്രാഫാണ്. AD 1 മുതൽ 2013 വരെയുള്ള ഡാറ്റയാണ് കാണിച്ചിരിക്കുന്നത്. Y ആക്സിസിൽ, അതായത് വെർട്ടിക്കൽ ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് പോപ്പുലേഷൻ ആണ്. ബില്യൺ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ബില്യൺ പറഞ്ഞാൽ 100 കോടി. അപ്പോൾ AD 1 നമ്മുടെ പോപ്പുലേഷൻ 250 മില്യൺ ആയിരുന്നു, അല്ലെങ്കിൽ 25 കോടിയായിരുന്നു. 1804 നമ്മൾ ഒരു ബില്യൺ ആയത്, അല്ലെങ്കിൽ 100 കോടിയായത്. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 1804 വർഷം എടുത്ത് ഒരു ബില്യൺ ആവാൻ വേണ്ടിയിട്ട്. അടുത്ത ഒരു ബില്യൺ ആയത് 123 വർഷം കൊണ്ടാണ്. 1927 2 ബില്യൺ ആയത്. പിന്നെ അടുത്ത ഒരു ബില്യൺ 3 ബില്യൺ ആയത് 32 വർഷം കൊണ്ടാണ്. പിന്നെ അടുത്ത ഒരു ബില്യൺ ആയത് 15 വർഷം കൊണ്ടാണ്. പിന്നെ അടുത്ത ബില്യൺ ആയത് 13 വർഷം കൊണ്ടാണ്. പിന്നെ അടുത്ത ഒരു ബില്യൺ 12 വർഷം കൊണ്ടാണ്. അങ്ങനെ ആ ഒരു ബില്യൺ ഉള്ള ടൈം കുറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ജനസംഖ്യ 8.2 ബില്യൺ ആണ്. അപ്പോൾ ഒരു സഡൻ റൈസ് നിങ്ങൾക്ക് കാണാം. 1900 ശേഷം ഒരു സഡൻ ജമ്പ് ഇൻ പോപ്പുലേഷൻ കാണാം, ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണാം. അപ്പോൾ ഇതിന്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക വിഭവങ്ങളുടെ അളവ് കൂടി എന്നുള്ളതാണ്. അത് വെറുതെ കൂടിയതല്ല. ഈ കൂടിയതിന്റെ കണക്കാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. 2014 ഒരു ഡാറ്റയാണ് അവിടെ കാണുന്നത്. ഇത് യുണൈറ്റഡ് കിങ്ഡത്തിലെ ഡാറ്റയാണ്, അതായത് UK പ്രൊഡക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗോതമ്പ് ഏകദേശം 8 ടൺ പെർ ഹെക്ടർ ആണ് ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ. അതുപോലെ ബാർലി 6 ടൺ പെർ ഹെക്ടർ ആണ് ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ. ഓട്സും ഏകദേശം 6 ടൺ പെർ ഹെക്ടർ ആണ്. ഒരു ഹെക്ടറിൽ 6 ടൺ ഉണ്ടാവുന്നു. പക്ഷെ 1900 നോക്കുക, അതേ ഗ്രാഫിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എല്ലാ ക്രോപ്പുകളുടെയും പ്രൊഡക്ഷൻ 2 ടണ്ണിൽ താഴെയായിരുന്നു ഒരു ഹെക്ടറിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് റൈസും കോണും വീറ്റും. ഇത് അമേരിക്കയിൽ നിന്നുള്ള ഡാറ്റയാണ്. കോണിന്റെ പ്രൊഡക്ഷൻ ഇപ്പോഴും ഏകദേശം 9 ടൺ പെർ ഹെക്ടർ ആണ്. റൈസിന്റെ ഏകദേശം 6.5 ടൺ പെർ ഹെക്ടർ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടിയത്? 1900 ശേഷമാണ് ഇങ്ങനെ കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കൂടിയതിന്റെ കാരണം നമ്മൾ ഫെർട്ടിലൈസർ എന്ന സാധനം ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. 1909 ഹേബർ പ്രോസസ് എന്ന ഒരു പ്രക്രിയ കണ്ടുപിടിക്കുന്നത്. അതായത് നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് കൂട്ടിച്ചേർത്തിട്ട് അമോണിയ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്രോസസ്സ്. അതാണ് ഹേബർ പ്രോസസ്സ്. ഒരു നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ ഒരു ഡിസ്കവറി ആയിരുന്നു. ഈ അമോണിയ വെച്ചിട്ട് നമ്മൾ ഒരുപാട് നൈട്രോജീനസ് ഫെർട്ടിലൈസർ ഉണ്ടാക്കി. അമോണിയ വെച്ചിട്ടാണ് യൂറിയ, അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം നൈട്രേറ്റ് ഇങ്ങനെയുള്ള നൈട്രോജീനസ് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത്. ഈ ഫെർട്ടിലൈസർ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടിയത്. ഇത് ഫെർട്ടിലൈസർ യൂസ് ചെയ്ത ഒരു ഡാറ്റയാണ് നിങ്ങൾക്ക് കാണുന്നത്. 1900 ശേഷമാണ് നമ്മൾ ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. 1910 ശേഷം 9 അമോണിയ ആ ഹേബർ പ്രോസസ്സ് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്ത എത്ര മില്യൺ ടൺസ് ഓഫ് ഫെർട്ടിലൈസറാണ് ഉപയോഗിച്ചെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഏകദേശം 300 മില്യൺ ടൺ എന്ന് വെച്ചാൽ 30 കോടി ടൺ ആണ് ഇപ്പോഴത്തെ നമ്മുടെ യൂസേജ് ലോകത്തിൽ, ഈ ഫെർട്ടിലൈസറിന്റെ യൂസേജ്. ഈ ഒരു പ്രോസസ്സ് ഇല്ലെങ്കിൽ, ഈ ഒരു ഹേബർ പ്രോസസ്സും ഈ അമോണിയ ഡിസ്കവറിയും ഇല്ലെങ്കിൽ, ഒരു കണക്കെന്ന് വെച്ചാൽ ഇന്നത്തെ പോപ്പുലേഷൻ 1/8 മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. അതായത് ഏകദേശം 1 ബില്യൺ 2 ബില്യൺ ഇടയിൽ മാത്രമേ നമ്മുടെ പോപ്പുലേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. കൂടി വന്നാൽ 2 ബില്യൺ മാത്രമാണ് ഇന്നത്തെ വേൾഡ് പോപ്പുലേഷന്റെ സാധ്യത. ഈ ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഫുഡ് അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പ്ലാന്റിന് വേണ്ട എലമെന്റ്സ് എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഉള്ള എല്ലാ പ്ലാന്റ്സിനും ആവശ്യമാണ്. പിന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, ഇതൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കൂടുതൽ ആയിട്ട് ആവശ്യമുള്ള സാധനം. അതിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇത് വെള്ളത്തിൽ നിന്നും വായുവിൽ നിന്നും കൂടി പ്ലാന്റ് വലിച്ചെടുക്കും. വെള്ളം ഹൈഡ്രജനും ഓക്സിജനും തരും. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് വായു ഒന്ന് വലിച്ചെടുത്തിട്ട് അങ്ങനെയാണ് ഈ 3 മൂലകങ്ങളും പ്ലാന്റിന് കിട്ടുന്നത്. NPK, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, അത് കുറച്ചൊക്കെ മണ്ണിലുണ്ടാവും. മണ്ണിലില്ലാതെ നമ്മൾ ഫെർട്ടിലൈസർ ആയിട്ട് കൊടുക്കണം. അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, ചെറിയ അളവിലുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് ബോറോൺ, ക്ലോറിൻ, കോപ്പർ, അയേൺ, മാംഗനീസ്, മോളിബ്ഡിനം, നിക്കൽ, സിങ്ക് എന്നിവയൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസ്. മറ്റ് മൈന്യൂട്ട് എമൗണ്ട് ആയ വേറെ മൂലകങ്ങളും ആവശ്യമുണ്ട്. അതൊക്കെ വളരെ വളരെ മൈന്യൂട്ട് എമൗണ്ട് മാത്രമേ ആവശ്യമുള്ളൂ. ഇതാണ് ഒരു പ്ലാന്റിന്റെ ലൈഫിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയും. അപ്പോൾ ഒരു പ്ലാന്റും നമ്മളിപ്പോൾ ഈ ഫെർട്ടിലൈസർ കൊടുത്താൽ, അല്ലെങ്കിൽ ഇത് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ അത് എങ്ങനെയാണ് വലിച്ചെടുക്കുന്നതിനൊരു കൃത്യമായ രീതിയുണ്ട്. അതായത് പ്ലാന്റിന്റെ റൂട്ടിൽ ഇതിന് പ്രത്യേകിച്ച് സുഷിരങ്ങളുണ്ട് ഓരോ ന്യൂട്രിയൻസും എടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രോട്ടീൻ ബേസ്ഡ് ചാനൽസ് ആയിരിക്കും.
അപ്പോൾ പൊട്ടാഷ്യം, ഫോർ എക്സാമ്പിൾ, പൊട്ടാഷ്യം വലിച്ചെടുക്കുന്നത് പൊട്ടാഷ്യം അയോൺ ആയിട്ടാണ്, പൊട്ടാഷ്യം K+ അയോൺ എന്ന് പറയും. അതുപോലെ നൈട്രജൻ വലിച്ചെടുക്കുന്നത് അമോണിയം അയോൺ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നൈട്രേറ്റ് അയോൺ ആയിട്ടായിരിക്കും. ഫോസ്ഫറസ് വലിച്ചെടുക്കുന്നത് ഫോസ്ഫേറ്റ്, ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഇങ്ങനെയായിരിക്കും. കാൽഷ്യം എന്നുള്ള മൂലകത്തിനെ വലിച്ചെടുക്കുന്നത് കാൽഷ്യം 2+, സൾഫറിനെ വലിച്ചെടുക്കുന്നത് സൾഫേറ്റ് ആയിട്ടാണ്. ഇങ്ങനെ ഓരോ അയോണുകളായിട്ടാണ് വലിച്ചെടുക്കുന്നത്. ഇപ്പൊ ചാണകം ഇട്ടാലും അല്ലെങ്കിൽ പച്ചില വെള്ളം ഇട്ടാലും പച്ചില വെള്ളം നേരെ പ്ലാന്റിലേക്ക് കയറില്ല, അല്ലെങ്കിൽ ചാണകം നേരെ മുകളിലോട്ട് കയറില്ല. ഇതേ അയോണുകളായിട്ടാണ് മാറുന്നത്. അമോണിയ അയോണായിട്ടും സോഡിയം അയോണായിട്ടും ഫോസ്ഫേറ്റ് ആയിട്ടും നൈട്രേറ്റും ആയിട്ടാണ് ചെടി വലിച്ചെടുക്കുന്നത്. ചാണകത്തിലുള്ള നൈട്രേറ്റ്, അല്ലെങ്കിൽ ചാണകം കൺവേർട്ട് ചെയ്തിട്ട് നൈട്രേറ്റ് ആക്കുന്ന ബാക്ടീരിയാസ് ഉണ്ട് നമ്മുടെ സോയിൽ, ആ നൈട്രേറ്റ് രൂപത്തിലാണ് എടുക്കുന്നത്. അത് ഫെർട്ടിലൈസർ ആയാലും ഇതേ രൂപത്തിൽ തന്നെ. ഫെർട്ടിലൈസർ നമ്മൾ ഇതേ രൂപത്തിലാണ് ഓൾറെഡി കൊടുക്കുന്നത്, അത് വലിച്ചെടുക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഓരോ ഫെർട്ടിലൈസറും. നൈട്രജനുള്ള ഫെർട്ടിലൈസറാണ് അമോണിയം നൈട്രേറ്റ്, കാൽഷ്യം നൈട്രേറ്റ്, പൊട്ടാഷ്യം നൈട്രേറ്റ്, യൂറിയ. അതുപോലെ ഫോസ്ഫറസിനുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്ന അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. പിന്നെ ബോൺ മീൽ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ആണ് പൊട്ടാസ്യത്തിന്. പിന്നെ പൊട്ടാഷ്യം സൾഫേറ്റും പൊട്ടാഷ്യം നൈട്രേറ്റും ഉപയോഗിക്കാറുണ്ട്. കാൽഷ്യത്തിന് വേണ്ടി ജിപ്സാണ്. മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാറുണ്ട് മെഗ്നീഷ്യ അയണിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൾഫറിന് വേണ്ടിയിട്ടും മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാറുണ്ട്. ഡോളോമൈറ്റ് എന്ന് പറഞ്ഞാൽ കാൽഷ്യവും മെഗ്നീഷ്യം കൂടിയ ഒരു സംയുക്തമാണ്, അത് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുന്നത്. ഇനി ഓർഗാനിക് ഫാമിങ്ങിലേക്ക് വരും. അതാണല്ലോ നമ്മുടെ മെയിൻ വിഷയം. എന്താണ് ഓർഗാനിക് ഫാമിങ്? ഇത് ഒരു ബയോഡൈനാമിക് കൾട്ടിവേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഈ ജർമ്മനിയിലുള്ള റുഡോൾഫ് സ്നെയ്ഡർ എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ് അതിന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിന്റെ ധാരണയിൽ സ്വർഗത്തിൽ നിന്നുള്ള വൈറ്റൽ എനർജി നമ്മുടെ പശു, കാള അതുപോലുള്ള മൃഗങ്ങളുടെ കൊമ്പിലൂടെ വരും. കൊമ്പിലൂടെ വന്നിട്ട് ആണ് അവരത് വൈറ്റൽ എനർജി സ്വീകരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ കൊമ്പ് നമ്മൾ ഭൂമിക്ക് ഒരു പൂജ ചെയ്യുന്ന പോലെ ഈ കൊമ്പുകൾ എടുത്തിട്ട് ഭൂമിയിൽ കുഴിച്ചിട്ടാൽ ഭൂമി ഹാപ്പിയാവും. അങ്ങനെയാണ് കൂടുതൽ വിളവ് തരുന്നത്. അതിൽ ഈ കൊമ്പിലൊക്കെ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. ആ കൊമ്പ് നമ്മൾ ബോൺ മീലൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് മാത്രമാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ ബയോഡൈനാമിക് കൾട്ടിവേഷന്റെ ഒരു സിദ്ധാന്തം. ഒരു റിച്വൽ കൈൻഡ് ഓഫ് തിങ് ആണ്. പിന്നെ അത് വളർന്ന് അതിന്റെ രൂപാന്തരം പ്രാപിച്ചിട്ടാണ് ഇന്നത്തെ ഓർഗാനിക് ഫാമിംഗ് എന്നൊരു രൂപം വന്നത്. അതിൽ സിന്തറ്റിക് പെസ്റ്റിസൈഡ് ഉപയോഗിക്കാൻ പാടില്ല, ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ പാടില്ല, പിന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് അതിന്റെ കൺസെപ്റ്റ്. ഞാൻ പറഞ്ഞ ഈ ഓർഗാനിക് ഫാമിംഗ് എന്ന ഒരു കൺസെപ്റ്റ് പുതിയതാണോ? അല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു 1909 നമ്മൾ ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ അമോണിയ കണ്ടുപിടിച്ചതിന് ശേഷം. അപ്പൊ അതിനു മുമ്പേ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഓർഗാനിക് ഫാമിംഗ് തന്നെയായിരുന്നു. നമ്മൾ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പാണ്. 8,000-9,000 BC അടക്കമാണ് അഗ്രികൾച്ചർ തുടങ്ങിയത്. പ്ലൗയിങ്ങും ഇറിഗേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 3000 BC നമ്മൾ ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ തുടങ്ങിയത് 1910 ശേഷം. അപ്പോൾ ഹോൾ വേൾഡ് വാസ് യൂസിങ് ഓർഗാനിക് ഫാമിംഗ് അണ്ടിൽ 1910 എന്ന് പറയും. അപ്പോൾ ഉള്ള പോപ്പുലേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലെസ് ദാൻ 1 ബില്യൺ. 1 ബില്യൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പോപ്പുലേഷൻ. അപ്പോൾ ഈ ഓർഗാനിക് ഫാമിംഗ് കൊണ്ട് ഇപ്പോഴുള്ള ജനതയെ, ഇത്രയും 8.2 ബില്യൺ ജനതയെ പോറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഒരു കൺട്രിയുടെ എക്സാമ്പിൾ എടുക്കാം, ഒരു കേസ് സ്റ്റഡി എടുക്കാം. ശ്രീലങ്കയാണ്. ശ്രീലങ്ക 1960-കളിലൊക്കെ ഗ്രീൻ റെവല്യൂഷൻ നടത്തിയവരാണ് ഒരു രാജ്യമാണ്. ഫെർട്ടിലൈസറൊക്കെ സബ്സിഡൈസ് ചെയ്തു 1960-കളിൽ. അവർ അല്ലെങ്കിൽ റൈസൊക്കെ ഇമ്പോർട്ട് ചെയ്യായിരുന്നു. ഗ്രീൻ റെവല്യൂഷൻ നടപ്പാക്കിയതിനു ശേഷം റൈസ് അവർ സെൽഫ് സഫീഷ്യൻ്റായി കുറച്ചൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തേയില എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, തേങ്ങ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, റബ്ബർ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ബിക്കമിങ് റിച്ച്. അതുപോലെ ഫാമിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ചു. തന്മൂലം അവർ ഹൈ പെയ്ഡ് ജോബ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ശ്രീലങ്ക ഒരു നല്ലൊരു ഗ്രോത്തിൽ വന്ന ഒരു സമയമായിരുന്നു ആ ഒരു പീരിയഡ്. 2022 ശ്രീലങ്ക ബാങ്ക്രപ്റ്റായി, കംപ്ലീറ്റ്ലി ബാങ്ക്രപ്റ്റായി. 70% ഇൻഫ്ലേഷൻ റേറ്റ് സെപ്റ്റംബർ 2022. 10 ഫാമിലിയിൽ 9 ഫാമിലിയും ഫുഡില്ലാതെ അവർ ഭക്ഷണം ഒഴിവാക്കുകയായിരുന്നു ഓരോ സമയത്ത്. ഏകദേശം 3 ലക്ഷം ആൾക്കാർ സമരം നടത്തി. പ്രൈം മിനിസ്റ്റർ വിക്രമസിംഗയുടെ വീട്ടിന് തീ കൊടുത്തു. ഇതൊക്കെ സംഭവിച്ചു. അവസാനം രാജപക്ഷ ഒളിച്ചോടിപ്പോയി പ്രസിഡന്റായ സമയത്ത്. നേരെ മാലിയിലേക്കാണ് പോയത്. US വിസ കിട്ടാത്തതുകൊണ്ട് മാലിയിലേക്ക് പോയി. അവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ റിസൈൻ ചെയ്തു പ്രസിഡന്റായിട്ട്. വിക്രമസിംഗയെ
ഒരു താൽക്കാലിക പ്രസിഡന്റായി ആക്കിക്കൊണ്ട് റിസൈൻ ചെയ്തു. എന്താണ് അവിടെ സംഭവിച്ചത്? പല കാരണങ്ങളുണ്ട്. ഇത് ഒന്ന് കറപ്ഷനാണ്. വളരെ കറപ്റ്റ് കൺട്രിയാണ്. ഡെമോക്രസി വളരെ വീക്കാണ്. അവിടെ ഇതാണ് ഡൈനാസ്റ്റി പോലെയാണ്. ഒരു ഫാമിലി വഴിയാണ് ഈ പൊളിറ്റിക്സ് ഒക്കെ നടക്കുന്നത്. ഫാമിലി വഴിയൊക്കെ പൊളിറ്റിക്സ് ഒക്കെ നടന്നാൽ അവിടെ എന്ത് ഡെമോക്രസിയാണുള്ളത്? അപ്പോൾ ഡെമോക്രസി ഇല്ല. അതൊക്കെ ഒരു കാരണമാണ്. ഒരു മേജർ റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ ശ്രീലങ്കയുടെ പതനത്തിനുള്ള റീസൺ ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നു. 2022 അഡോപ്റ്റ് ചെയ്ത ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നു ശ്രീലങ്കയുടെ ഈ ഒരു പതനത്തിന് കാരണം. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് എത്ര ന്യൂട്രിയൻസ് വേണം ഈ ശ്രീലങ്കയിലുള്ള പല ക്രോപ്പിനും വേണ്ടിയിട്ട്, റൈസും മറ്റ് പ്ലാന്റേഷൻ ക്രോപ്പുമായിട്ട് എത്ര വേണം എന്നുള്ളതാണ്. ശ്രീലങ്കയ്ക്ക് വേണ്ടുന്ന നൈട്രജൻ്റെ അളവാണിത്. 3 ലക്ഷം ടണ്ണാണ് ഒരു വർഷം വേണ്ടത് പല ക്രോപ്പുകളായിട്ട്. അതിൽ പച്ച ഇതിൽ കാണിച്ചിരിക്കുന്നതാണ് അത്രയും ഇമ്പോർട്ട് ചെയ്യായിരുന്നു. അതിൽ ബഹുഭൂരിപക്ഷം ഇമ്പോർട്ട് ചെയ്യായിരിക്കുന്നു. ആ ചുവന്ന ഒരു ചെറിയൊരു ബാൻഡ് കാണുമല്ലോ, അത്രയും മാത്രം പാഡി സ്ട്രോ, അതായത് വൈക്കോൽ ഒഴിച്ചിട്ടുള്ള വളങ്ങളായിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്നത്. അത് 2020 ഡാറ്റയാണ്. അതുപോലെ 2021 ഡാറ്റയും നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഒരുപാട് നൈട്രജൻ ഫെർട്ടിലൈസർ ശ്രീലങ്ക ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഏകദേശം 400 മില്യൺ US ഡോളേഴ്സ് അവർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. രാജപക്ഷെ വിചാരിച്ചു ഈ ഫെർട്ടിലൈസർ ഇമ്പോർട്ട് ചെയ്യുന്ന ഒഴിവാക്കിയാൽ നമുക്ക് അത്രയും പൈസ സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഓർഗാനിക് ഫാമിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. കെമിക്കൽ ഫെർട്ടിലൈസർ ഇമ്പോർട്ട്സ് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു. ജസ്റ്റ് 6 മാസം കൊണ്ട് റൈസ് പ്രൊഡക്ഷൻ 20% താഴ്ന്നു. 100 കിലോ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് 20 കിലോ മാത്രം ഉണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ ചായയുടെ പ്രൊഡക്ഷൻ, ടീ പ്രൊഡക്ഷൻ 18% കുറഞ്ഞു. അതുപോലെ ചോളം 70% കുറഞ്ഞു. ആ കൺട്രി വളരെ സെൽഫ് സഫീഷ്യൻ്റ് ആയിരുന്നു റൈസിലെന്ന് പറഞ്ഞല്ലോ. അവർ $1.2 ബില്യൺ ഫുഡ് എയ്ഡിന് മാത്രം കൊടുക്കേണ്ടി വന്നു. ഫുഡ് അവരുടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം കടം വാങ്ങിക്കേണ്ടി വന്നു. ഈ $200 മില്യൺ മറ്റ് ഇൻകം സപ്പോർട്ട് സ്കീമിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നു. $450 മില്യൺ റൈസിന് മാത്രം. 1.2 ബില്യൺ എമർജൻസി ഫോർ എല്ലാത്തിനുമാണ് ഞാൻ പറഞ്ഞത്. $450 മില്യൺ റൈസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചു. മച്ച് മോർ ദാൻ ഈ 400 മില്യൺ സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു തന്ത്രമായിരുന്നു ഇത്. പക്ഷേ 1.2 ബില്യൺ, ഏകദേശം 1.6 ബില്യൺ കടത്തിലായി ഈ ഒരു കാരണം കൊണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്, ഈ രാജ്യത്തിനെ നോക്കി പഠിക്കാനുണ്ട്. ഒരു കൺട്രി, വളരെ സെൽഫ് സഫീഷ്യൻ്റായ ഒരു കൺട്രി അത്രയും അധപ്പതിച്ചൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ ഈ ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നു. നമ്മൾക്ക് ബാക്ക് യാർഡിലും അല്ലെങ്കിൽ മട്ടുപ്പാവലൊക്കെ കൃഷി ചെയ്യുമ്പോഴത് ഇവിടെ ഓർഗാനിക് ഫാമിങ് ചെയ്യാം. ഒന്നും ചെയ്യാതെ അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതല്ലേ. പക്ഷേ ആസ് എ കൺട്രി ഹോൾ നമ്മൾക്ക് ഈ ഓർഗാനിക് ഫാമിംഗ് ഒന്നും സസ്റ്റൈനബിൾ അല്ല. ഇത്രയും വലിയൊരു പോപ്പുലേഷനെ പോറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു സംസ്ഥാനവും ഒരു കൺട്രിയും ഓർഗാനിക് ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ശുദ്ധ മണ്ടത്തരം മാത്രമാണ്. ഈ ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യയിലും സംഭവിച്ചിരുന്നു. അതിനെക്കുറിച്ചും പറയാം. 1960-കളിൽ നമ്മൾ ഏകദേശം 1 കോടി ടൺ വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പ് USA ഇറക്കുമായിരുന്നു ആ സമയത്ത്, 1960-കളിൽ. ആ സമയത്താണ് ഈ കൺസെപ്റ്റ്, ഗ്രീൻ റെവല്യൂഷൻ കൺസെപ്റ്റ് വന്നത്. ആ കൺസെപ്റ്റ് ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന ആൾ നോർമൻ ബോർലാഗാണ്. അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. ഈ ഒരു ഇതിൽ ലോകത്തിൻ്റെ എന്താ പറയുക, വിശപ്പ് മാറ്റിയൊരു മനുഷ്യനാണ് അദ്ദേഹം ഈ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട്. അത് നമ്മൾ MS സ്വാമിനാഥൻ അദ്ദേഹവുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യയിലും ഇത് നടപ്പാക്കി. ആദ്യമായിട്ട് നടപ്പാക്കിയത് പഞ്ചാബിലായിരുന്നു. ഹൈ ഈൽഡിംഗ് വെറൈറ്റി ഓഫ് സീഡ്സ് വാങ്ങിച്ചു. അതുപോലെ ഫെർട്ടിലൈസർ ഉപയോഗിച്ചു. ഇറിഗേഷന് പുതിയ ടൂൾസ് ഇറിഗേഷൻ ചെയ്തു. അതുപോലെ ടില്ലിങ്ങും ട്രാക്ടറും അതുപോലെയുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങി. 1967 പഞ്ചാബിലും പിന്നെ ഹരിയാനയിലുമാണ് ആദ്യമായിട്ട്, പിന്നെ UP യിലും ആണ് ഇത് ചെയ്തത്. 1970 ജസ്റ്റ് 2 വർഷത്തിനകം ഇന്ത്യക്ക് വേണ്ടുന്ന ടോട്ടൽ ഫുഡിൻ്റെ 70% പഞ്ചാബ് മാത്രമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. 70%. അവരുടെ ഫാമേഴ്സ് ഇൻകം ഇൻക്രീസ്ഡ്. അത് ഇന്ത്യയുടെ എക്കണോമി ബൂസ്റ്റ് ചെയ്തു 1970-കളിൽ. 1971 ജസ്റ്റ് 1 വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള വീറ്റ് ഇമ്പോർട്ട് സ്റ്റോപ്പ് ചെയ്തു. നമ്മളിന്ന് ഒരുപാട് അഗ്രികൾച്ചർ
പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്ത ഒരു രാജ്യമാണ്. 2022-23 മാത്രമേ ഏകദേശം 11.14 ബില്യൺ US$ അത്രയും പൈസ, അതായത് 1,00,000 കോടി രൂപയുടെ അത്രയും റൈസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല മറ്റ് പലതും ഷുഗർ അതുപോലെ ചായ, കോഫി, സ്പൈസ്, ബഫല്ലോ മീറ്റ്, ബീഫ് ഇതൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. ഈ ഒരു കാരണം കൊണ്ടാണ്. എന്തുകൊണ്ട്? സയൻറ്റിഫിക് ഫാമിങ്, നൈട്രോജിനസ് ഫെർട്ടിലൈസർ വെച്ചിട്ടുള്ള ഫാമിങ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇന്ന് നമ്മൾ ഫുഡിൽ സെൽഫ് സഫീഷ്യൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സയൻറ്റിഫിക് ഫാമിങ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇന്ത്യയും ഇങ്ങനെ നല്ല രീതിയിൽ എത്തി. ഇനി നമുക്ക് നോക്കാം ഓർഗാനിക് ഫാമിങ്ങിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത്. ഒന്നാമത്തെ ക്ലെയിം എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് ഫുഡ് അല്ലാതെ ഫുഡിനേക്കാളും ടേസ്റ്റിയർ ആണെന്നാണ് ഒരു ക്ലെയിം. പക്ഷേ ലോകത്തിൽ പല സ്ഥലത്തും ഈ ബ്ലൈൻഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഓർഗാനിക് ഫുഡ് കൊടുത്തു, നോൺ ഓർഗാനിക് ഫുഡ് കൊടുത്തു. എന്നിട്ട് ആർക്കും ഇത് വളരെ കൃത്യമായിട്ട് ഇത് ഓർഗാനിക്കാണ്, ഇത് നോൺ ഓർഗാനിക് ഫുഡാണെന്ന് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ എങ്ങനെ പറ്റണ്ടേ? അങ്ങനെയുള്ള ബ്ലൈൻഡ് ടെസ്റ്റുകളൊക്കെ ഫെയിലായിരുന്നു. അതിനുള്ള എക്സാമ്പിളാണ് അതിനുള്ള സയൻറ്റിഫിക് സ്റ്റഡിയാണ് ഞാൻ ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. ഫ്രൂട്ട് വെച്ചിട്ടാണ് ഓർഗാനിക് ഗ്രോൺ ഫ്രൂട്ടും നോൺ ഓർഗാനിക് ഗ്രോൺ ഫ്രൂട്ടും കൊടുത്തിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ വാദം തെറ്റാണ്. രണ്ടാമത്, ഓർഗാനിക് ഫുഡ് ഈസ് മോർ ന്യൂട്രീഷ്യസ് ദാൻ നോൺ ഓർഗാനിക് ഫുഡ്. അതിൽ കൂടുതൽ ന്യൂട്രിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫുഡിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ പല പ്രാവശ്യം അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും സയൻറ്റിഫിക് ഡാറ്റയാണ് കാണിച്ചിരിക്കുന്നത്. എവിടെയും ഒരു വ്യത്യാസവും ഈ ന്യൂട്രിയൻ കണ്ടൻറ്റിൽ അല്ലെങ്കിൽ എലിമെൻ്റൽ കോമ്പോസിഷനിൽ ഇല്ല എന്നുള്ളതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർഗാനിക് ഫുഡ് ഈസ് നോട്ട് ഹെൽത്തിയർ, നോ സിഗ്നിഫിക്കൻറ്റ് ന്യൂട്രീഷണൽ ബെനിഫിറ്റ് കമ്പയർഡ് വിത്ത് കൺവെൻഷണലി പ്രൊഡ്യൂസ്ഡ് ഫുഡ്, സെയ്സ് FSA, ഫുഡ് സേഫ്റ്റി അതോറിറ്റി, UK ഒരു ബോഡിയാണ്. ആ ഓർഗനൈസേഷൻ പറഞ്ഞതാണ് ഇതിന് യാതൊരു അധിക ബെനിഫിറ്റും ഇല്ല എന്നുള്ളതാണ്. അത് ഗാർഡിയനിൽ വന്നൊരു ന്യൂസ് പേപ്പർ കട്ടിങ്ങാണ് ഇവിടെ. അത് ഏകദേശം 19 സ്റ്റഡി വെച്ചിട്ടാണ് നിഗമനത്തിൽ അവരെത്തിയത്. അവസാനം അതിൻ്റെ കൺക്ലൂഷൻ ഇതാണ്: ദർ ഈസ് നോ ഗുഡ് എവിഡൻസ് ദാറ്റ് കൺസംപ്ഷൻ ഓഫ് ഓർഗാനിക് ഫുഡ് ഈസ് ബെനിഫിഷ്യൽ ടു ഹെൽത്ത്. അതുപോലെ UK മാത്രമല്ല മറ്റ് പല കൺട്രീസിലും ഇതുപോലുള്ള ഏജൻസി സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഒന്ന് ഈ ഫ്രഞ്ച് ഫുഡ് സേഫ്റ്റി അതോറിറ്റി, അതുപോലെ സ്വീഡിഷ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ കൺക്ലൂഷൻ ഇത് തന്നെയായിരുന്നു. അപ്പോൾ ദർ ഈസ് നോ ക്ലിയർ എവിഡൻസ് ദാറ്റ് ഓർഗാനിക് ഫുഡ് ഈസ് ന്യൂട്രീഷണലി സുപ്പീരിയർ ടു നോൺ ഓർഗാനിക് ഫുഡ്. ഇനി അടുത്ത ക്ലെയിം എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് മാനർ ഈസ് കെമിക്കൽ ഫ്രീ. അതായത് ഓർഗാനിക് മാനർ പച്ചില വെള്ളത്തിലും ചാണകത്തിലൊന്നും കെമിക്കലില്ല എന്നാണ്. ലക്ഷക്കണക്കിന് കെമിക്കൽസാണ് ഇതിൽ ഓരോന്നിലുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്നത് ഒരേ രൂപത്തിലാണ്. ഫെർട്ടിലൈസർ ആയാലും മാനൂർ ആയാലും പച്ചിലവളായാലും എല്ലാം അബ്സോർബ് ചെയ്യുന്ന ഒരു അയോൺ രൂപത്തിൽ തന്നെയാണ്. അതിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ്. നാച്ചുറൽ കെമിക്കൽസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ക്വാളിറ്റി ദാൻ സിന്തറ്റിക് കെമിക്കൽസ്. അതായത് ഒരേ കെമിക്കൽ തന്നെയാവാം. ഇതൊക്കെ ശുദ്ധ മണ്ടത്തരം മാത്രമാണ്. ചില ആൾക്കാർ എൻ്റെ മുമ്പുള്ള വീഡിയോസിൽ ചോദിക്കാറുണ്ട്, വിറ്റാമിൻസൊക്കെ സിന്തറ്റിക്കലി ഉണ്ടാക്കിയിട്ടാണോ നമുക്ക് തരുന്നതാണ്? ശരിക്കുമാണ്. വിറ്റാമിൻ C ഫോർ എക്സാമ്പിൾ, വിറ്റാമിൻ C സപ്ലിമെൻ്റ് ഒക്കെ എടുക്കുന്നത് സിന്തറ്റിക്കലി ഉണ്ടാക്കിയ വിറ്റാമിൻ C ആണ്. അതിൽ യാതൊരു വ്യത്യാസമില്ല. അത് നാച്ചുറൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിറ്റാമിൻ C ചേർന്നാണെങ്കിലും മറ്റ് ഫ്രൂട്ട്സിലുള്ള വിറ്റാമിൻ സിയും ഇതേ വിറ്റാമിൻ സിയും സെയിം തന്നെയാണ്. നമ്മൾക്കാർക്ക് ഏത് ജീവിക്കും, പ്ലാന്റ് ആയിക്കോട്ടെ അനിമൽ ആയിക്കോട്ടെ, ഒരു കെമിക്കൽ സിന്തറ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ആണോ അല്ലെങ്കിൽ ബയോളജിക്കലി പ്രൊഡ്യൂസ്ഡ് ആണോ എന്ന് വിവേചിച്ചറിയാൻ ഒരു ശേഷിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആരെങ്കിലും ചാലഞ്ചിനുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. ഞാൻ ഒരു സിന്തറ്റിക് കെമിക്കൽ തരുന്നു, സെയിം കെമിക്കൽ നാച്ചുറലി പ്രൊഡ്യൂസ്ഡ് കെമിക്കൽ തരുന്നു. നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് സിന്തറ്റിക്കലി പ്രൊഡ്യൂസ്ഡ് സാധനമാണ്, ഇത് നോൺ സിന്തറ്റിക്കലി പ്രൊഡ്യൂസ്, സെയിം സാധനം, സെയിം കെമിക്കൽ മെറ്റീരിയൽ ബട്ട് ഡിഫറെൻ്റ്ലി പ്രൊഡ്യൂസ്. വൺ ഈസ് സിന്തറ്റിക്കലി, വൺ ഈസ് നാച്ചുറലി ഐസൊലേറ്റ് ചെയ്തത്. അത് വിവേചിച്ചറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ബെറ്റിന് ഞാൻ റെഡിയാണ്. 1 കോടിയാണ് സമ്മാനത്തുക. തോറ്റാൽ എനിക്ക് തരേണ്ടി വരും. അതാണ് ഇഷ്യൂ, അതാണ് ബെറ്റ്. ഇനി ഓർഗാനിക് ഫാമിംഗ് ഈസ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലിയർ ദാൻ കൺവെൻഷണൽ ഫാമിംഗ് എന്നുള്ളതാണ് അടുത്തൊരു വാദം. അതായത് ഓർഗാനിക് ഫാമിംഗ് പ്രകൃതിക്ക് നല്ലതാണ് ദാൻ കൺവെൻഷണൽ ഫാമിംഗ്. അത് തീർത്തും മണ്ടത്തരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് ഫാമിംഗ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഡക്ഷൻ വളരെ വളരെ കുറവാണ്, ഈൽഡ് കുറവാണ്. അതായത് നമ്മൾ ഇത്രയും ആൾക്കാർ തീറ്റിപ്പോറ്റാൻ വേണ്ടി 100 കിലോ ഒരു അരി വേണം എന്ന് വെച്ചോ,
നമുക്ക് 100 കിലോ കിട്ടേണ്ട സ്ഥലത്ത് ഓർഗാനിക് ഫാമിംഗ് ചെയ്താൽ നമുക്ക് മാക്സിമം 65 കിലോ ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. മുമ്പത്തെ സ്റ്റഡിയിലൊക്കെ 20 കിലോ ഒക്കെയാണ് ശ്രീലങ്കയിലുള്ളത് ഞാൻ എടുത്ത് പറഞ്ഞത്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് കണ്ടീഷനിൽ ചെയ്ത 65ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്, അത് ലാബ് കണ്ടീഷനിലൊക്കെ ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ 100 കിലോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾക്ക് വീണ്ടും ഒരു 0.454 ഹെക്ടർ കൂടി ആഡ് ചെയ്യേണ്ടി വരും. അതായത് ഒരു ഹെക്ടറിൽ 100 കിലോ ഉണ്ടാക്കിയ സ്ഥലത്ത് നമ്മൾക്ക് 1.54 ഹെക്ടർ സ്ഥലം വേണം 100 കിലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ലാൻഡ് വേണം നമുക്ക്, കൃഷി ചെയ്യാനുള്ള ലാൻഡ്, അതായത് ഡീഫോറസ്റ്റേഷൻ, നമ്മൾ വനങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യം, ഈ ലോക ജനതയ്ക്ക് ആവശ്യമുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി അല്ല. ഇപ്പോൾ ഇത്രയും ലാൻഡ് ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ എക്കോസിസ്റ്റത്തിന് എന്ത് സംഭവിക്കും? എക്കോസിസ്റ്റം താറുമാറാവും, അതിനൊന്നും പ്രശ്നമില്ലേ? അപ്പോൾ ആ ഒരു ഡാറ്റയൊക്കെ മണ്ടത്തരം മാത്രമാണ്. അപ്പോൾ കൺവെൻഷണൽ ഫാമിംഗ് ഈസ്, അതായത് സയൻറ്റിഫിക് ഫാമിംഗ് ഈസ് മോർ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി എന്ന് പറയാം. ഓർഗാനിക് ഫുഡ് ഈസ് നാച്ചുറൽ ആൻഡ് ടോക്സിൻ ഫ്രീ. ഓർഗാനിക് ഫുഡ് ടോക്സിനൊന്നുമില്ല, മറ്റേതിൽ ടോക്സിനൊക്കെ ആണെന്ന് ഞാൻ പറയട്ടെ. എല്ലാത്തിലും കെമിക്കൽസുകളാണ് ഉള്ളത്, എല്ലാ പ്രോഡക്ട്സിലും, എല്ലാ പ്ലാന്റ്സിലും, എല്ലാ പ്ലാന്റ് പ്രോഡക്ട്സിലും ഈ കാണുന്നതൊക്കെ പല കെമിക്കൽസാണ്. ഇതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതാണ് സിന്തറ്റിക്, ഏതാണ് നാച്ചുറൽ എന്ന്? അതിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് അത് ഞാൻ പറഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് ആ ചുവന്ന് എഴുതിയ എൻഡോസൾഫാനും ഡെൽറ്റ മെത്രിനും മാത്രമാണ് അതിൽ സിന്തറ്റിക്കലി പ്രൊഡ്യൂസ്ഡ് കെമിക്കൽ. മറ്റതൊക്കെ നേച്ചറിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അതൊക്കെ ടോക്സിൻസുമാണ്. പല ടോക്സിൻസാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. അതൊക്കെ ഓരോ സോഴ്സിൽ നിന്ന് വരുന്ന ടോക്സിൻസാണ്. വെള്ളരിക്കിൽ നിന്ന് വരുന്ന കുക്രുബിറ്റാസിൻ, പിപ്പരിൻ, അതുപോലെ പല ഒലിയാൻഡ്രിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അരളിയിൽ ഉണ്ടാവുന്ന വിഷം, അതുപോലെ ലിനാമരിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പ അല്ലെങ്കിൽ ടാപ്പിയോക്കയിൽ ഉണ്ടാവുന്നത്, സൊളാനിൻ എന്ന് പറയുന്ന വിഷം പൊട്ടറ്റോയിൽ ഉണ്ടാവുന്നത്, ടെട്രഡോടോക്സിൻ എന്ന വിഷം ഒരു ഫിഷിലുണ്ടാവുന്നതാണ്. അങ്ങനെ പല നാച്ചുറൽ സോഴ്സിൽ നിന്നുള്ള വിഷങ്ങളാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. വാട്ട് ഡിറ്റർമിൻസ് ഇസ് ദ ഡോസ്, എത്ര ഡോസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു വിഷത്തിന് തീരുമാനിക്കുന്നത്. വെള്ളവും വിഷമാണ്. 6 ലിറ്ററിലധികം വെള്ളം ഒറ്റ ഇരിപ്പിൽ കുടിച്ചാൽ ആൾക്കാർ ചത്തുപോകും. അതിൻ്റെ ഡോസ് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ് ലീതൽ ഡോസ് ഓഫ് വേരിയസ് കെമിക്കൽ. അതിൽ വെള്ളവും കാണും. വെള്ളം അതായത് 90 ഗ്രാം പെർ കിലോഗ്രാം വെച്ചിട്ട് കുടിച്ചാൽ ആൾക്കാർ മരിക്കും. അങ്ങനെ പല കെമിക്കൽസ്, ഐബുപ്രൂഫിൻ, നമ്മുടെ ഡ്രഗുകളാണ് ഇതൊക്കെ, നമ്മുടെ മരുന്നുകളാണ്. അതിനും ലീതൽ ഡോസ് ഉണ്ട്. കോഫിയിലുള്ള കഫീൻ, ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് സേവിങ് ഡ്രഗാണ്. അതിനും ലീതൽ ഡോസ് ഉണ്ട്. 200 മില്ലിഗ്രാം പെർ കിലോഗ്രാമാണ് അതിൻ്റെ ലീതൽ ഡോസ്. 200 മില്ലിഗ്രാം 1 കിലോഗ്രാം എന്ന രീതിയിൽ 1 കിലോഗ്രാം ഉള്ള വ്യക്തിക്ക്, അല്ലെങ്കിൽ 70 കിലോഗ്രാം ഉള്ള വ്യക്തിക്ക് 70 × 200, അതിൽ കൂടുതൽ കഴിച്ച ആൾക്കാർ മരിക്കും എന്നുള്ളതാണ്. ചില നമ്മുടെ കുന്നിക്കുരു, ഉണക്കിൻ്റെ കുരു, ഇതിലൊക്കെയുള്ള റൈസിൻ 22 മൈക്രോഗ്രാം പെർ കിലോഗ്രാമാണ് അതിൻ്റെ ലീതൽ ഡോസ്. നമ്മുടെ പാമ്പിൻ വിഷമൊക്കെ വളരെ വളരെ മൈൽഡാണ് അതിൻ്റെ മുന്നിൽ. ഉദാഹരണത്തിന് അണിലിയുടെ വിഷം 440 മൈക്രോഗ്രാം പെർ കിലോഗ്രാമാണ്. അതുപോലെ കോബ്രയുടെ 220 മൈക്രോഗ്രാം പെർ കിലോഗ്രാമാണ്. അല്ലെങ്കിൽ വെള്ളിക്കെട്ടിൻ്റെ ക്രേറ്റിൻ്റെ 90 മൈക്രോഗ്രാം പെർ കിലോഗ്രാമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ അബ്രിൻ, ആ കുന്നിക്കുരുവിലുള്ള ആ വിഷം, അതൊക്കെ വെറും 0.7 മൈക്രോഗ്രാം മാത്രം മതി പെർ കിലോഗ്രാമാണ് അതിൻ്റെ വിഷം. ഇതൊക്കെ ഡോസാണ് ടോക്സിക് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ അതിൽ ടോക്സിക് സബ്സ്റ്റൻസ് ഉണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. എല്ലാം ടോക്സിക് തന്നെയാണ്. എല്ലാ കെമിക്കൽസിനും ഒരു ടോക്സിസിറ്റി ലെവലുണ്ട്. അത് ഡോസാണ് തീരുമാനിക്കുന്നത് എന്ന് പറയാം. ബോട്ടുലിനിയം ടോക്സിൻ ബാക്ടീരിയയിലുള്ളതാണ്, ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നാനോഗ്രാം പെർ കിലോഗ്രാം, 1 നാനോഗ്രാം പെർ കിലോഗ്രാം. 2 ഗ്രാം ഉണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ജനതയ്ക്കും മരിക്കാനുള്ള അത്രയും സാധനമാണ്. 2 ഗ്രാം എന്ന് പറഞ്ഞാൽ ഈ 2 വിരലിനിടയിൽ ഒതുക്കുന്ന സാധനമാണ്. അപ്പോൾ അത് ഡോസാണ് തീരുമാനിക്കുന്നത്. അതൊക്കെ നാച്ചുറൽ പ്രൊഡക്റ്റാണ്, നാച്ചുറിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ അപ്പീൽ ടു നാച്ചർ ഒന്നും വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ പേരാണ് അപ്പീൽ ടു നാച്ചർ. നാച്ചറിൽ നിന്ന് വരുന്നതൊക്കെ സേഫാണെന്നുള്ളൊരു വാദമുണ്ടല്ലോ, അതിന് അപ്പീൽ ടു നാച്ചറാണ്. അതൊന്നും ശരിയല്ല. എല്ലാം കെമിക്കൽ തന്നെയാണ്. അതിൻ്റെ ഡോസാണ് തീരുമാനിക്കുന്നത് വിഷമാണോ അല്ലയോ എന്നുള്ളത്. ഓർഗാനിക് ഫാമിങ് എന്നുള്ളത് ശുദ്ധ മണ്ടത്തരാണ്. പറമ്പിലൊക്കെ ഓർഗാനിക് ഫാമിംഗ് ഒക്കെ ചെയ്യാം. ഒന്നും ചെയ്യാത്തവർക്ക് എന്തെങ്കിലും ദേഹാനങ്ങാൻ വേണ്ടി ചെയ്യുന്നതിൽ ഓർഗാനിക്കോ ഇനോർഗാനിക്കോ എന്ത് ഫാമിംഗ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ആസ് എ കൺട്രി ഒരു പോളിസിയായിട്ട് ഓർഗാനിക് ഫാമിംഗ് സ്വീകരിക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രീലങ്ക ശരിക്കും പഠിപ്പിച്ചിരിക്കുന്ന ഒരു ലെസണാണ്. അത് നമ്മൾ പഠിച്ചിരിക്കുന്നു. ഓർഗാനിക് ഫാമിംഗ് ഈസ് നോട്ട് സയൻറ്റിഫിക്. താങ്ക് യു വെരി മച്ച്.